നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് പണിയാണ് നീ കാണിച്ചേ? ഋതികയ്ക്കും രാജുവിനും എതിരെ നിന്റെ കയ്യിൽ ഇത്രയും വലിയൊരു തെളിവുണ്ടായിട്ടും നീ എല്ലാം കോളവാക്കി നശിപ്പിച്ച് കളഞ്ഞല്ലോടാ മഹാഭാവി. അമ്മ ഒന്നിവിടുന്ന് പോവാവോ? അമ്മാവൻ ഞെട്ടും. നീ നിന്ന് കഥാപ്രസംഗം പറയാതെ നിന്റെ കയ്യിലുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാണിക്കും. നിനക്കെതിരെയുള്ള DNA റിപ്പോർട്ട് ഞാൻ വർമ്മസാറിനെ കാണിക്കും. ആ DNA റിപ്പോർട്ട് ഇവന്റെ കയ്യിലുണ്ടോ? അതെങ്ങാനും അമ്മാവൻ കണ്ട എന്നെ കൊണ്ട് ദിവ്യ കെട്ടിക്കും. ദീപകേ, അമ്മാവ എവിടെ വീഡിയോ? അമ്മാവ അത് ഞാൻ എവിടെ? ആ ഫോണിൽ തന്നെ. വേണ്ട അമ്മാവ, വീഡിയോ ഞാൻ കാണിച്ചു തരാം. അമ്മാവൻ ഈ സ്റ്റേജ് ഉണ്ടോ? ഈ സ്റ്റേജിന് എന്താ കുഴപ്പം? ഇലക്ഷന്റെ അവസാന ദിവസം അമ്മാവനെ പ്രസംഗിക്കാൻ ഈ സ്റ്റേജ് പോരാ. ഇതിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള സ്റ്റേജ് ഞാൻ ഡിസൈൻ ചെയ്യും. ഇതാണോ നീ പറഞ്ഞ മഹാസംഭവം? അമ്മാവ അത് നീ സ്റ്റേജ് ഉണ്ടാക്കിയല്ലേ അത് ഉറപ്പായി ഇടിഞ്ഞ് താഴെ വീഴും. നീ പോയി പുതിയ വീഡിയോ ഗെയിം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് മുറിയിൽ പോയിരുന്ന് ഗെയിം കളിക്കും. ഇലക്ഷൻ കഴിയുന്നതുവരെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. എന്റെ ഒരു അപേക്ഷയാണ്. അവന്റെ ഒരു സ്റ്റേജ്. എന്നാ വരട്ടെ ദീപക് സാറേ. മിണ്ടരുത്. അല്ല, നീ എന്തേ വീട് വർമ്മ സാറിനെ കാണിക്കാത്തെ? അത് നീ എടുത്ത വീഡിയോ അല്ലല്ലോ, ഞാൻ എടുത്ത വീഡിയോ അല്ലേ. ഞാനത് എനിക്ക് ഇഷ്ടമുള്ളപ്പോ അമ്മാവനെ കാണിക്കും. പിന്നെ എന്തിനാ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയേ? നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാനാണോ? അമ്മയല്ലേ? നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം. അംബിക മേഡം, ഈ ദീപകിന് എന്തോ കള്ളത്തരമുണ്ട്. വർമ്മ സാറിന് വീഡിയോ കാണിക്കാൻ തുടങ്ങിയപ്പോ ദീപകിന്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിരുന്നു. എന്ത് മെസ്സേജാ അത്? കാണിച്ചേ. ആടി, ഞാൻ കാണിക്കാം. അമ്മേ, ഇവളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. ദീപകേ, അംബിക മേഡം, മേഡം ഒന്ന് സൂക്ഷിച്ചോ. മകന്റെ പെരുമാറ്റവും ഭാവവും കണ്ടിട്ട് എന്തോ വലിയൊരു കുരുക്കി ചെന്ന് ചാടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് പണിയാണ് നീ കാണിച്ചേ? ഋതികയ്ക്കും രാജുവിനും എതിരെ നിന്റെ കയ്യിൽ ഇത്രയും വലിയൊരു തെളിവുണ്ടായിട്ടും നീ എല്ലാം കോളവാക്കി നശിപ്പിച്ച് കളഞ്ഞല്ലോടാ മഹാഭാവി. അമ്മ ഒന്നിവിടുന്ന് പോവാവോ? എനിക്ക് കുറച്ച് സമാധാനം വേണം. അമ്മ പോയേ. ദീപകേ, നീ എന്താ നിന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ പ്രതാപനെ കാണിക്കാത്തെ? എടാ, ആദ്യം അത് പറ, അതിനുശേഷം ഞാൻ പോയിക്കോളാം. അമ്മേ, ഞാൻ ആകെപ്പാടെ തകർന്നു നിൽക്കുവാ. അമ്മ ഇങ്ങനെ അതും ഇതും ചോദിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. മോനെ, നീ എന്താ ഉണ്ടായതെന്ന് അമ്മയോട് പറ. നീ ശരിക്കും പേടിച്ചിട്ടുണ്ട്. എന്താടാ?
എടാ എന്താന്ന് വെച്ചാ അമ്മ പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും വെറുതെ നീ പ്രതാപനോട് ആ വീഡിയോയുടെ കാര്യം മറച്ചു വെക്കില്ലെന്ന് എനിക്കറിയാം. ദാ, ഇത് കണ്ടോ അമ്മേ? അവനയച്ച മെസ്സേജാ. അവനാ DNA റിപ്പോർട്ട് കയ്യിൽ വെച്ച് എന്നെ വെറും ഡമ്മി ആക്കുവാ. എനിക്ക് അവൻ എന്തെങ്കിലും ചെയ്യണം അമ്മേ. എനിക്ക് ഭ്രാന്ത് പിടിക്കുവാ. അവന്റെ മുഖം പോയി പോക്കണ്ടിട്ടേ ഞാൻ ചിരിച്ചിരിച്ച് ചാവും ചെറിയമ്മേ. ദീ, എടാ, നിക്കാൻ. ഇവളെ നിക്കണം. എന്നെ വിടമ്മേ. ഇവക്ക് പറയുന്ന കേക്ക്. വിടാനാ പറഞ്ഞ. എടാ, വിടങ്ങോട്ട്. എടാ, വേണ്ട. എന്നെ വിടമ്മേ. എടാ, എന്നെ പറയുന്ന വിടാൻ. കേക്ക്. നീ ഒന്ന് അവളെ വിടാനല്ലേ സമാധാനം പറഞ്ഞേ. ദീപക്കേ. ഇടി നീ ജയിച്ചു കരുതണ്ട. ഇപ്പൊ ബോള് നിങ്ങളുടെ കോർട്ടില. അത് തിരിച്ച് എന്റെ കയ്യിലും വരും. അന്ന് നിന്നെ അവനെയും കൊണ്ട് ഇക്ഷ ഇണ്ണ ഞാൻ മൂക്കൊണ്ട് വരപ്പിക്കും. ഓ അതൊക്കെ വരയ്ക്കാനേ വലിയ ബുദ്ധിമുട്ടാ. ദീപക്ക് തന്നെ വരച്ചോ. എടി നിന്നെ. ദീപക്കേ, എന്താ ഇത്? ശ്ശേ. നീ ചെവി നുള്ളിക്കൊടി. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അവന്റെ കള്ളത്തരം ഈ ദീപക്ക് പുറത്തുകൊണ്ട് വന്നിരിക്കും. അമ്മാവന്റെ മുന്നിൽ എന്നും ദീപക്ക് പതിവ് പോലെ പൊട്ടനായി. എനിക്ക് നല്ല തൊലിക്കെട്ടിയാടി. എത്ര തവണ എന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടാലും നിന്റെ രാജുവിന്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ദീപക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവസാന വിജയം എനിക്ക് തന്നെ ആയിരിക്കും. അന്ന് നിന്റെ കളിയാക്കി ചിരിയും പരിഹാസവും ഒക്കെ എനിക്കൊന്ന് കാണണം. ദീപകെ, ഋതികപ്പോ ആ പഴയ പെൺകുട്ടിയല്ല, ഒരാളുടെ ഭാര്യ. ഋതികയോട് നിന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞങ്ങൾ പറയാതെ തന്നെ അത് രാജു അറിയും. പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് നിനക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ഓ പിന്നെ രാജു പറഞ്ഞാൽ എന്താ? അവൻ എന്നെ മൂക്കി വലിച്ചു കയറ്റി കളയും. വെറുതെ രാജുവിന്റെ കേമത്തരം പറഞ്ഞ് എന്നെ വിരട്ടിയാലേ ഞാനങ്ങ് പേടിച്ചൊന്ന് വിചാരിച്ചാൽ അമ്മായിക്ക് തെറ്റി. ആണോ? എന്നാ എനിക്ക് തെറ്റിയതാണോന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാലോ. മോളെ, രാജുവിനെ ഒന്ന് വിളിക്കും. അത് വേണോ ചെറിയമ്മേ? ഞാനല്ലേ പറയുന്നേ, നീ ധൈര്യമായിട്ട് വിളിക്കേ. ആഹാ, നീയാള് കൊള്ളാലോ യാമിനി. കുട്ടികള് തമാശയ്ക്ക് വഴക്കുണ്ടാക്കിയപ്പോ അത് വലിയ പ്രശ്നമാക്കാൻ ശ്രമിക്കുവാണോ നീ? ഇങ്ങനെയാണോ ഉത്തരവാദിത്തമുള്ള വീട്ടമ്മമാര് ചെയ്യേണ്ടേ? ഇതൊന്നും എനിക്ക് അത്ര വലിയ തമാശയായിട്ട് തോന്നുന്നില്ല. ദീപക്കിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നീ ഇവിടെ ഉണ്ടായത് ആരോടും പറയാൻ നിക്കണ്ട. എടാ ദീപക്കെ, നീ റൂമിലേക്ക് പോ. എടാ പോവാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.